ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ അറബിക് ബ്രേക്ക്ഫാസ്റ്റും ആണ്. അതേപോലെ തന്നെ നമുക്ക് ഡെസേർട്ട് ആയിട്ട് യൂസ് ചെയ്യാം. പേര് ബലാലീത്ത്. മെയിൻലി എമിറാത്തി UAE അവരെ ഒരു സ്ഥിരമായിട്ട് നമ്മള് ദോശ, ചപ്പാത്തി, ഇഡ്ഡലി എന്നൊക്കെ പറയും പോലെ ഡെയിലി ലൈഫിൽ അവർ ഉണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മുടെ വെർമിസെല്ലി ഉപയോഗിച്ചിട്ടുള്ള. വെർമിസെല്ലിക്ക് അറബിയിൽ പറയുന്ന പേരാണ് ബലാലീത്ത്. അപ്പോൾ നമ്മൾ വെർമിസെല്ലി ഉപയോഗിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കും, ഒരു ഇത് ബലാലീത്ത് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ബലാലീത്തിന്റെ റെസിപ്പി അല്ലെ ബലാലീത്ത് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഞാനിതാ 1 കപ്പ് വെർമിസെല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആദ്യം കുക്ക് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു വലിയ സോസ് പാനിൽ തന്നെ വെള്ളം വെച്ചിട്ട് നല്ലോണം വെള്ളം തളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു വെള്ളത്തിലേക്ക് ഞാൻ എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ഇട്ടത്. നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുമ്പോൾ മഞ്ഞക്കപ്പ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി ഇല്ലേ, അതേ ഒരുപോലെ തന്നെ കുറച്ചധികം മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. നമ്മുടെ വെർമിസെല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതാ കുറച്ചൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യും. അത്രയും കുക്ക് ചെയ്താൽ മതി. അപ്പോഴേക്കും നമ്മളെ വെർമിസെല്ലി ആവും. നന്നായിട്ട് ഇതൊന്ന് കുക്കാവുക. എന്നിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തത്. 3 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തു. സ്ട്രെയിൻ ചെയ്തിട്ട് കണ്ടോ, അത് അരിപ്പയിലിട്ട് വെച്ചത് ഇപ്പൊ കണ്ടോ നല്ലൊരു കളറിലുള്ള ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ അത് ഇവിടെ മാറ്റിയേക്കാം. ഞാനൊരു സോസ് പാൻ വെച്ച് ചൂടാൻ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ മാത്രം എടുക്കുക, നെയ്യ് മാത്രം എടുക്കുക. ഞാൻ ഇപ്പൊ രണ്ടിന്റെയും കൂടെ മിക്സ് ആക്കത്. നമ്മുടെ ഗീയും ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്ന് ഇനി അതിലേക്ക് ഇതാ ഒരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പഞ്ചസാരന്റെ കൂടെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ചേർക്കുന്നു. ഇതൊന്ന് നന്നായിട്ട് പഞ്ചസാര മെൽറ്റായിട്ട് വരട്ടെ. പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ 1 ടീസ്പൂണ് നമ്മൾ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് നിറയെ എടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് സാഫ്രോൺ ഇല്ല, നമ്മളെ കുങ്കുമം, അത് ഒരു ഇത്തിരി നമ്മളെ കുറച്ചൊരു 1-2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെച്ചതോ അല്ലെങ്കിൽ സ്ട്രാൻഡ് മാത്രമാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് റോസ് വാട്ടറും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തി കൊടുത്ത് ഒന്ന് തിളച്ച് വരട്ടെ. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഈ പഞ്ചസാരന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ എന്താ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ച വെർമിസെല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. വെർമിസെല്ലി ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഇത് അടച്ചേക്കാം. അപ്പോഴേക്ക് എന്താണെന്നറിയോ, ഈ പഞ്ചസാര സിറപ്പൊക്കെ വെർമിസെല്ലി അങ്ങോട്ട് കുടിച്ചെടുത്തിട്ട് ഈ കംപ്ലീറ്റ് ഫ്ലേവറും വെർമിസെല്ലി ഇങ്ങോട്ട് ഇടും. ഓക്കെ, ഒന്ന് അടിച്ചു വെക്കട്ടെ. നമ്മളെ വെർമിസെല്ലി ബലാലീത്ത് അവിടുന്ന് റെഡി ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 10 മിനിറ്റ് അടിച്ചു വെച്ചു. ഇനിയിപ്പോൾ അവര് നോർമലി ഇമറത്തീസ് ഇതിന് കൂടെ സൈഡായിട്ട് വെക്കുന്നത് ഓംലേറ്റ് ആണ് നമ്മുടെ. ആ ഓംലേറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 1 മുട്ട 1 നുള്ളു ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഇത്തിരി ഫ്രൈ പാനിൽ ചൂടായ ഫ്രൈ പാനിലാക്കിയിട്ട് ഇഷ്ടമുള്ള എന്താണ് നമ്മൾ സാധാ ചെയ്യും പോലെ തന്നെ അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. വേറെ ഒന്നുമില്ല കേട്ടോ, ഉപ്പ് മാത്രം, ഒരു തുള്ളി ഉപ്പ് മാത്രം. എന്നിട്ട് ഒന്നൊന്നാക്കി എടുക്കുക. അത്ര ഉള്ളൂ. അതായിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്നാക്കി തിരിച്ചിട്ടെടുക്കുക. ഇതാണ് അതിൻ്റെ സൈഡ്. ഇതാവുമ്പോഴേക്കും നമ്മുടെ ബലാലീത്ത് ഇവിടുന്ന് റെഡിയാവുക. ഓംലേറ്റ് റെഡിയായി. അതേപോലെ ഇതാ ഇവിടുന്ന് ബലാലീത്തും റെഡിയായി. കണ്ടോ, 10 മിനിറ്റ് വെച്ചപ്പോൾ ആ ഷുഗർ സിറപ്പൊക്കെ നമ്മളെ വെർമിസെല്ലിയിലേക്ക് കുറിച്ച് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഒരു ലൈറ്റ് മധുരമൊക്കെ ആയിട്ട്. ഇതാണ് ഇവരൊരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അതേപോലെ ഡെസേർട്ടായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവർ. നമ്മളെ സാധാ ഡെസേർട്ടില്ലേ, അപ്പം അതിന് പകരമായിട്ട് ചോറിന് കഴിഞ്ഞിട്ടും ഈ ഒരു മധുരം എടുക്കുന്നുണ്ട്. കണ്ട, എഗ്ഗും വട റെഡിയാണ്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.